ഞാൻ ആരെയും അവമാനിച്ചില്ല. അവമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് പാടുണ്ടോ? അതാണ് പ്രശ്നം. എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അങ്ങ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ അടിയന്തര പ്രമേയം വന്ന ഘട്ടങ്ങളിലെല്ലാം എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. പല സന്ദർഭങ്ങളിൽ പല മന്ത്രിമാരും മറുപടി കൊടുക്കുന്ന അവസരത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി, ലോ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അതിനിടയിൽ ഇടപെട്ട് സംസാരിച്ചതിന്റെ റെക്കോർഡ് ഈ സഭയിലുണ്ട്. മുതലും പലിശ ചേർത്ത് കിട്ടി. ഇവിടെ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് റെക്കോർഡിലുണ്ട്. അന്നത് എന്തിനെടുത്ത്? ഇവിടെ ശ്രീ സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനോട് വഴങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി. വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആല പിടിച്ചാ കിട്ടൂ. സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരു വിഷയമാണ് ശ്രദ്ധയിൽ പഴയ ഒരു കാര്യം ആണ് അദ്ദേഹം പറഞ്ഞത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി മറുപടി വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ കാര്യം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു. എല്ലാരും വിളിച്ചു. അങ്ങേ പോലുള്ള ഒരാൾ ആ ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങ് ഇവിടെ ഈ സഭയിൽ നടത്തിയ പരാമർശം അങ്ങ് പിൻവലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണം. ഒരു യുദ്ധം ഒഴിവാക്കാൻ കാല് പിടിച്ചപ്പോ തലക്കയറിയിരുന്ന് മുടിവെട്ട പറഞ്ഞു. 63 സീറ്റുമായിട്ട് കോൺഗ്രസ് വന്നിരിക്കുകയാണ് അധികാരത്തിൽ. തമ്മിത്തല്ലി പിളരും പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. 3 നേതാക്കന്മാരാണ് നിങ്ങൾ ജയിച്ചു വന്നത്. നിങ്ങൾ 3 പേരും തമ്മിൽ നല്ല യോജിപ്പാണല്ലോ. ആ തണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? 2 സീനിയർ നേതാക്കന്മാര് ഒരാള് 2ാമത്തെ ബെഞ്ചിലും ഒരാള് 3ാമത്തെ ബെഞ്ചിലും ഇരുത്തിയിട്ടാണ് അങ്ങ് വന്ന് മുൻസീറ്റിലിരിക്കുന്നത്. ഭയങ്കര യോജിപ്പായതുകൊണ്ടാണല്ലോ. മാനവ മര്യാദക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? പിന്നെ CPM കോൺഗ്രസിന് ഭയങ്കര മുഖ്യമന്ത്രി തർക്കമാണ്, കോൺഗ്രസിന് ഭയങ്കര പ്രശ്നമാണ്. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബദിരനും മൂകനുമാണ്. സാറേ, ഞങ്ങൾ ഗവൺമെന്റ് ആയിട്ട് പോവാണ്. അതൊക്കെ ഉണ്ടാവും, ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്. എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമുണ്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ